ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഹോട്ട് ടോപ്പിക് സീരീസിലെ രണ്ടാമത്തെ ടോപ്പിക്കായിട്ടുള്ള ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയുടെ ഒരു ക്ലാസ് നമ്മൾ എടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള PYQs ആണ് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 4A മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പാർട്ട് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏക അനുച്ഛേദം ഏതാണ്? നമ്മൾ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു 11 ഡ്യൂട്ടി ഉണ്ടെങ്കിലും ഒരൊറ്റ ആർട്ടിക്കിളാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ളത്. ഏതാണ്? അനുച്ഛേദം 51A ആണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഭരണഘടനയിൽ 11ാമത് മൗലിക കടമ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരമൊരുക്കുക കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 86ാം ഭേദഗതിയിലൂടെയാണ്. 2002 86ാം ഭേദഗതിയിലൂടെ എന്ത് കൂട്ടിച്ചേർക്കുന്നു? 11ാമത് മൗലിക കടമ. ഏതുമായിട്ട് റിലേറ്റ് ചെയ്താണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഇങ്ങനൊരു മൗലിക കടമ കൂട്ടിച്ചേർക്കുന്നത്. കാടുകൾ, തടാകങ്ങൾ, നദികൾ, വന്യജീവികൾ എന്നിവ ഉൾപ്പെടുന്ന പ്രകൃതിദത്ത പരിസ്ഥിതി സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്ന ഓരോ പൗരൻ്റെയും കടമയാണെന്ന് വ്യക്തമാക്കുന്ന അനുച്ഛേദം ഏതാണ്? നമ്മൾ പ്രത്യേകം പറഞ്ഞായിരുന്നു ക്ലോസസ് എടുത്തു വെച്ച് പഠിക്കണമെന്ന്. അനുച്ഛേദം 51A ക്ലോസ് Gയിലാണ് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പൗരൻ്റെ കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. എത്ര പേരാ സ്വരൺ സിംഗ് കമ്മിറ്റിയിലുള്ള? 12 പേര്. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എത്ര മൗലിക കടമകളാണ് ആദ്യമായി ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? ആദ്യം ഇത് കൂട്ടിച്ചേർക്കുന്ന സമയത്ത് എത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? 10 മൗലിക കടമകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് 11 ആകുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ മൗലിക കടമകളെക്കുറിച്ച് ശരിയായത് ഏവ? മൗലിക കടമകൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണ്. മൗലിക കടമകൾ ലംഘിച്ചാൽ കോടതി വഴി നേരിട്ട് ശിക്ഷ ഉറപ്പാക്കാൻ കഴിയില്ല. ഇതിലെന്താണ് ശരി? ഇത് രണ്ടും ശരിയാണ്. കാരണം എന്താ? മൗലിക അവകാശങ്ങളെപ്പോലെ ഫോറിനേഴ്സിനും പൗരന്മാർക്കും ബാധകമാകുന്നത് അങ്ങനൊരു ഓപ്ഷൻ ഇവിടെയില്ല. ഒരു സിറ്റിസൺ എന്ന നിലയിൽ നമുക്കുള്ള കടമകളാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അത് പൗരന്മാർക്ക് മാത്രം ബാധകമാണ്, നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. മൗലിക കർത്തവ്യങ്ങൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതിയാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളിൽ പെടാത്തത്? ഏതാണ് പെടാത്തത്? ദേശീയ പതാകയും ദേശീയഗാനത്തെയും ആദരിക്കുക, പൊതുസ്വത്ത് സംരക്ഷിക്കുക, പൊതു തിരഞ്ഞെടുപ്പുകളിൽ നിർബന്ധമായും വോട്ട് രേഖപ്പെടുത്തുക, ശാസ്ത്രീയ മനോഭാവവും അന്വേഷണ താല്പര്യവും വളർത്തുക. നോക്കൂ, ഇവിടെ പൊതു തിരഞ്ഞെടുപ്പുകളിൽ നിർബന്ധമായും വോട്ട് ചെയ്യുക എന്നുള്ളതൊരു മൗലിക കടമയല്ല. പ്രത്യേകം ടെക്സ്റ്റ് പഠിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിൽ ഓരോന്നിലും പറയുന്നത് എന്താണെന്ന് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കും. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. മൗലിക കടമകൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് ബാധകം. മൗലിക കടമകൾ ലംഘിച്ചാൽ ശിക്ഷ നൽകാൻ ഭരണഘടനയിൽ നേരിട്ട് വ്യവസ്ഥയില്ല. എന്താ? രണ്ടും ശരിയല്ലേ? രണ്ടും ശരിയാണ്. നേരിട്ട് വ്യവസ്ഥയില്ല, മറിച്ച് എന്തെങ്കിലും ഒരു നിയമ സംവിധാനം ഉണ്ടാക്കുന്നതിൽ തെറ്റില്ല. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഓൾറെഡി നമ്മൾ പറഞ്ഞു, സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. ഈ വർമ്മ കമ്മിറ്റിയും ഇത് റിവ്യൂ ചെയ്യാൻ പിന്നീട് വന്ന കമ്മിറ്റിയാണ്. അതിനും ഇതുമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ ആരാണ് റെക്കമെൻഡ് ചെയ്യുന്നത്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. മൗലിക കടമകളെക്കുറിച്ച് പഠിക്കുന്നതിനും അവ നടപ്പിലാക്കുന്നതിനുമായി നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കുന്നതിനുമായി 1999 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? അതാണ് ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി. നോക്കൂ, ഇത് ഡിഗ്രി ലെവൽ മെയിൻ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ്, നമ്മൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. 1999 ഇതുമായി ബന്ധപ്പെട്ട് വന്ന കമ്മിറ്റി ഏതാണ്? വർമ്മ കമ്മിറ്റിയാണ്. അതായത് കടമകൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് റിവ്യൂ ചെയ്യാൻ വേണ്ടി വന്ന കമ്മിറ്റിയാണ്. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എത്ര മൗലിക കടമകളാണ് ആദ്യമായി ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? ഓൾറെഡി ഇത് പറഞ്ഞു, 10 ആദ്യം ഉണ്ടായിരുന്നത്, പിന്നീടാണ് 11ാമത്. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? മുൻ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ USSRൻ്റെ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ ഈ ആശയം കടമെടുക്കുന്നത്.
ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 51A ക്ലോസ് H പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഓരോ പൗരൻ്റെയും കടമയായി നിർവചിച്ചിരിക്കുന്നത്? ശാസ്ത്രീയ മനോഭാവം, മാനവികത, അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം എന്നിവ വളർത്തുക, രാജ്യത്തിൻ്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക, സ്ത്രീകളുടെ അന്തസ്സിന് ഭംഗം വരുത്തുന്ന ആചാരങ്ങൾ ഉപേക്ഷിക്കുക, ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ സൗഹാർദ്ദവും പൊതുവായ സാഹോദര്യവും വളർത്തുക. ഇവിടെ ഏത് ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്? ഒന്നാമത്തെ ഓപ്ഷനാണ് ശരി. ശാസ്ത്രീയ മനോഭാവം, മാനവികത, അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം എന്നിവ വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ 51A ക്ലോസ് Hൽ പറയുന്നത്. അതുകൊണ്ടാണ് ഓരോ ക്ലോസും അറിഞ്ഞിരിക്കണം. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ കാലയളവിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? നമുക്കറിയാം, ഇത് നമ്മുടെ അടിയന്തരാവസ്ഥ കാലത്താണ് ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. Which of the following statements are correct about fundamental duties of the Indian Constitution? Fundamental duties are justiciable. Part 4A of the Indian Constitution contain fundamental duties. 11 fundamental duties are there in Indian Constitution. ഇതിൽ ഏതൊക്കെയാണ് ശരി? ഇതിൽ ആദ്യം പറയുന്നത് തെറ്റല്ലേ? ജസ്റ്റീഷ്യബിൾ ആണോ? അല്ല. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2ഉം 3ഉം മാത്രമാണ് ശരി. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ജസ്റ്റീഷ്യബിൾ ബട്ട് നോട്ട് ഡ്യൂട്ടീസ്. Fundamental duties were incorporated into the Constitution of India upon the recommendation of which committee? Swaran Singh Committee. By which constitutional amendment was the 11th fundamental duty, duty of a parent or guardian to provide education to their children aged 6 to 14 years added to Constitution? ഏതാണ്? 86 Amendment Act. Which article of the Indian Constitution commands the citizen to protect and improve the natural environment including forests, lakes, rivers and wildlife? ഇത് ഓൾറെഡി പറഞ്ഞു. 51A Clause G. Under the Indian Constitution, fundamental duties are applicable to ആർക്കാണ്? only Indian citizens. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 51A ക്ലോസ് H പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഓരോ പൗരൻ്റെയും കടമയായി നിർവചിച്ചിരിക്കുന്നത്? 51A ക്ലോസ് H എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളിൽ ശാസ്ത്രീയ മനോഭാവം, മാനവികത, അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം എന്നിവ വളർത്തിയെടുക്കുക എന്ന് പ്രതിപാദിക്കുന്ന സബ് ക്ലോസ് ഏതാണ്? ഓൾറെഡി ഇപ്പം നമ്മൾ പറഞ്ഞു. 51A ക്ലോസ് Hലാണ് അത് വരുന്നത്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത് വർഷമാണ് പാസ്സാക്കിയത്? 1976 42ാം ഭേദഗതിയാണ്. ഭരണഘടനയിൽ 11ാമത് മൗലിക കടമ കൂട്ടിച്ചേർത്തത് ഏത് വർഷമാണ്? EFക്ക് ചോദിച്ച ചോദ്യമാണ്. 2002. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ആകെ എത്ര മൗലിക കടമകളാണുള്ളത്? നിലവിൽ 11 എണ്ണമാണുള്ളത്. മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റായ പ്രസ്താവന? ഇവ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് ബാധകം. ഇവ കോടതികൾ വഴി നേരിട്ട് നടപ്പിലാക്കാൻ കഴിയില്ല. നോൺ ജസ്റ്റീഷ്യബിൾ. സ്വരൺ സിംഗ് കമ്മിറ്റി ആകെ 10 മൗലിക കടമകളാണ് നിർദ്ദേശിച്ചത്. മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഏക അനുച്ഛേദം 51A ആണ്. ഇവിടെ തെറ്റേതാണെന്നറിയോ? ഓപ്ഷൻ സി ആണ്. സ്വരൺ സിംഗ് കമ്മിറ്റി ആകെ 10 മൗലിക കടമകളാണ് നിർദ്ദേശിച്ചതെന്നുള്ളത് തെറ്റാണ്. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? റഷ്യയുടെ USSR ആണ്. പഴയ USSRൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ഇങ്ങനൊരാശയം കടമെടുക്കുന്നത്. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഒരുക്കുക എന്നത് മാതാപിതാക്കളുടെ മൗലിക കടമയായി നിശ്ചയിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 86ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ താഴെ പറയുന്നവരിൽ ആർക്കാണ് ബാധകമായിട്ടുള്ളത്? ഇന്ത്യയിലെ പൗരന്മാർക്ക് മാത്രമാണ്. മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി അന്നത്തെ കേന്ദ്ര സർക്കാർ നിയോഗിച്ച വർഷം ഏതാണ്? 1976 തന്നെയാണ് സ്വരൺ സിംഗ് കമ്മിറ്റിയെ നിയോഗിക്കുന്നതും ആ വർഷം തന്നെയാണ് 42nd അമെൻമെൻറ്റ് വരുന്നതും. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളുടെ എണ്ണം 10ൽ നിന്നും 11ആയി ഉയർത്തിയ ഭേദഗതി നിലവിൽ വന്ന വർഷം ഏതാണ്? 2002 ആണ്.
ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെക്കുറിച്ച് പഠിക്കുന്നതിനും അവ പൊതുസമൂഹത്തിൽ വളർത്തുന്നതിനുമായി 1999 കേന്ദ്ര സർക്കാർ നിയമിച്ച ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷമാണ്? 1999 തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർക്കാൻ ശുപാർശ ചെയ്ത സ്വരൺ സിംഗ് കമ്മിറ്റിയിൽ ആകെ എത്ര അംഗങ്ങളുണ്ടായിരുന്നു? 12 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. മൗലിക കടമകളെക്കുറിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ 11 മൗലിക കടമകളുണ്ട്. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക എന്നതൊരു മൗലിക കടമയാണ്. മൗലിക കടമകൾ ലംഘിച്ചാൽ നേരിട്ട് കോടതിയിലൂടെ ശിക്ഷ കൊടുക്കാൻ കഴിയില്ല. എല്ലാം ശരിയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ മൗലിക കടമകളെ സംബന്ധിച്ച് ശരിയായത് ഏതാണ്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ 4A ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൗലിക കടമകൾ ലംഘിക്കുന്ന പൗരനെ നേരിട്ട് ശിക്ഷിക്കാൻ കോടതികൾക്ക് ഭരണഘടനാപരമായ അധികാരമില്ല. ഇത് രണ്ടും ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളിൽ സ്ത്രീകളുടെ അന്തസ്സിന് ഭംഗം വരുത്തുന്ന ആചാരങ്ങൾ ഉപേക്ഷിക്കുക എന്ന് വ്യക്തമാക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 51A ക്ലോസ് E ആണ്. താഴെ പറയുന്നവയിൽ സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയിൽ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് ശുപാർശ ചെയ്യാത്തത് ഏതാണ്? കടമകൾ ലംഘിക്കുന്നവർക്ക് പിഴയോ ശിക്ഷയോ നൽകുക, നികുതി കൃത്യമായി അടയ്ക്കുക എന്നത് മൗലിക കടമയാക്കുക, 10 മൗലിക കടമകളുടെ ഒരു നിശ്ചിത പട്ടിക, ശിക്ഷാ നിയമങ്ങളെ കോടതികളുടെ ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്ന് ഒഴിവാക്കുക. നോക്കൂ, ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ബാക്കി 3 കാര്യങ്ങളും സ്വരൺ സിംഗ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിരുന്നു, പക്ഷേ അതൊന്നും എടുത്തില്ല. 1971 നാഷണൽ ഓണർ ആക്ട്, 1972 വന്യജീവി സംരക്ഷണ നിയമം എന്നിവ ഭരണഘടനയിലെ ഏത് ഭാഗത്തെ നിയമപരമായി പിന്തുണയ്ക്കാനാണ് പാർലമെൻറ്റ് പാസ്സാക്കിയത്? ഇതെല്ലാം മൗലിക കടമകളെ പിന്തുണയ്ക്കുവാൻ വേണ്ടിയിട്ട് പാസ്സാക്കിയ നിയമങ്ങളാണ്. ഇത് നമ്മൾ പ്രത്യേകം ക്ലാസ്സിലെടുത്ത് പറഞ്ഞിരുന്നു. വേറെ നമ്മൾ 2-3 ആക്റ്റുകളിലൂടെ പറഞ്ഞിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? മൗലിക കടമകളെ സാധൂകരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന നിയമങ്ങൾ എന്ന രീതിയിൽ പറഞ്ഞിരുന്നു. ഇന്ത്യൻ ഭരണഘടന ഒപ്പുവെച്ച യഥാർത്ഥ സമയത്ത് 1950 ജനുവരി 26 അതിലാകെ എത്ര മൗലിക കടമകൾ ഉണ്ടായിരുന്നു? മൗലിക കടമ ഉണ്ടായിരുന്നോ? ഒരു മൗലിക കടമയും ഉണ്ടായിരുന്നില്ല. പിന്നീടല്ലേ വരുന്നത്? 41. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 51A ക്ലോസ് I പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഓരോ പൗരൻ്റെയും മൗലിക കടമയായി നിശ്ചയിച്ചിരിക്കുന്നത്? ഇതിലേതാണ് മൗലിക കടമയായി നിശ്ചയിച്ചിരിക്കുന്നത്? I പ്രകാരം പൊതുസ്വത്ത് സംരക്ഷിക്കുകയും അക്രമം വെടിയുകയും ചെയ്യുക എന്നുള്ളതാണ് 51A ക്ലോസ് Iയിൽ പറയുന്ന മൗലിക കടമ. ദേശീയ പതാകയും ദേശീയഗാനത്തെയും ബഹുമാനിക്കുക എന്നത് ഭരണഘടനയിലെ ആദ്യത്തെ മൗലിക കടമയാണ്. ഇതിൻ്റെ ആർട്ടിക്കിൾ ക്ലോസ് എത്രയാണ്? 51A ക്ലോസ് A ആയിരിക്കും. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളുടെ അനുച്ഛേദം 51A ക്ലോസ് B പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഓരോ പൗരൻ്റെയും കടമയായി നിശ്ചയിച്ചിരിക്കുന്നത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 51 ക്ലോസ് B ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം നൽകിയ ഉദാത്തമായ ആശയങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും പിന്തുടരുകയും ചെയ്യുക എന്നുള്ളതാണ് 51A ക്ലോസ് B എന്ന് പറയുന്നത്. നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിൻ്റെ കോമ്പോസിറ്റ് കൾച്ചർ സമ്പന്നമായ പൈതൃകത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്നത് എത്രാമത്തെ മൗലിക കടമയാണ്? അനുച്ഛേദം 51A ക്ലോസ് F ആണ് കോമ്പോസിറ്റ് കൾച്ചറിനെ പറ്റി പറയുന്നത്. മൗലിക കടമകളിൽ പെടുന്ന അനുച്ഛേദം 51A ക്ലോസ് J എന്ന് പറയുന്നത് പൗരന്മാർ എന്താണ് ചെയ്യേണ്ടത്? മൗലിക കടമകളിൽ പെടുന്ന അനുച്ഛേദം 51A ക്ലോസ് J പ്രകാരം പൗരന്മാർ എന്താണ് ചെയ്യേണ്ടത്? വ്യക്തിപരവും കൂട്ടായതുമായ പ്രവർത്തനങ്ങളുടെ എല്ലാ മേഖലകളിലും മികവിലേക്ക് കുതിക്കാൻ ശ്രമിക്കണം. താഴെ പറയുന്നവയിൽ മൗലിക കടമയായ അനുച്ഛേദം 51A ക്ലോസ് Dയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ്? രാജ്യത്തെ സംരക്ഷിക്കുകയും ആവശ്യപ്പെടുമ്പോൾ ദേശീയ സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുക, ടു റെൻഡർ നാഷണൽ സർവീസ് എന്നൊക്കെ പറഞ്ഞതാണ്. അതാണ് 51A ക്ലോസ് D എന്ന് പറയുന്നത്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുമ്പോൾ അതിനെ ശക്തമായി എതിർത്ത പ്രമുഖ ഇന്ത്യൻ രാഷ്ട്രീയ നേതാവ് ആരായിരുന്നു? മൊറാർജി ദേശായി ആയിരുന്നു. മൗലിക കടമകൾ ലംഘിക്കുന്ന പൗരന്മാർക്കെതിരെ
നിയമ നടപടി സ്വീകരിക്കാൻ താഴെ പറയുന്നവയിൽ ഏതു നിയമമാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്? ഏതു നിയമം ഉള്ളത്? പ്രത്യേകമായിട്ടൊരു കേന്ദ്ര മൗലിക കടമ ലംഘന നിരോധന നിയമം ഇല്ല. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളിൽ അനുച്ഛേദം 51A ക്ലോസ് സി പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് പൗരൻ്റെ കടമയായി പറയുന്നത്? സി പ്രകാരം ഏതാ പറയുന്നത്? ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ക്ലോസ് സിയിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും പ്രധാനമായിട്ടും സ്വരൺ സിംഗ് കമ്മിറ്റി, വർമ്മ കമ്മിറ്റി ഓരോ ക്ലോസിൻ്റെയും കണ്ടൻ്റ് എന്നാണ്, അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞാലേ ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോവുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തിരുന്നു. അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാവും.